പശുവിൽ തുടങ്ങി പിന്നീട് 48 പശു വരെ എത്തി സ്വന്തം ബ്രാൻഡിൽ പാൽ വിൽപ്പന നടത്തുന്ന ഒരു പശു ഫാമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിന്ന് കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്തുള്ള വിജയൻ അപ്പച്ചൻ്റെ 3 മക്കളുടെയും അടിപൊളി പശു ഫാമാണ്. ഈ പശു ഫാമിൽ നഷ്ടം വന്നപ്പോൾ ഈ നഷ്ടത്തെക്കുറിച്ച് പഠിക്കുകയും ഇത് വിജയമാക്കാൻ ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഇവരുടെ വിജയരഹസ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഫാമിൽ വിജയം ആഗ്രഹിക്കുന്നവരും ഉറപ്പായും കണ്ടിരിക്കേണ്ടുന്ന ഒരു ഫാമാണ് വിജയ ഫാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ അപ്പച്ചൻ്റെ പേര് പറയാവോ? എൻ്റെ പേര് വിജയൻ. ഓക്കെ, നമ്മുടെ ഫാമുള്ള സ്ഥലം പറയോ? ഈ സ്ഥലത്തിന് പേര് മുറിവിലങ്ങൻ, കിഴക്കമ്പല അല്ലേ? പഞ്ചായത്ത്. അപ്പോൾ ഫസ്റ്റ് 6 പശുവിൽ തുടങ്ങി ഇന്ന് പാൽക്കുടം എന്ന പ്രോജക്റ്റിലേക്ക് എത്തി. അത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഇത് വലിയ കഥയാണ്. അതെ, ചെറുപ്പത്തിലേ മുതൽ ഈ കൃഷിയോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു, പശുക്കളോടും താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന 10 വയസ്സുള്ളപ്പോൾ നെയ്ഞ്ഞൽ പിടിച്ച് ഉഴുത് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച് പാടത്ത് കൃഷി ചെയ്ത് തുടങ്ങിയ ആളാണ്. അങ്ങനെ ഇടയ്ക്ക് ചെറിയ ചായക്കട വീട്ടിൽ നടത്തി. അതിന് വേണ്ടി പാലിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ എരുമയും പശുവിനെയും ഓരോന്ന് മേടിച്ച് അതിനെ കറന്ന് ആ ചായക്കട നടത്തിക്കൊണ്ട് പോയി. ഇടയ്ക്ക് അച്ഛൻ രോഗിയായി തീർന്നു. ആ രോഗിയായി തീർന്നപ്പോൾ അച്ഛൻ്റെ കുലത്തൊഴിലായിരുന്നു ചെത്ത്. ആ തൊഴിൽ ഞാൻ ഏറ്റെടുത്തു. എനിക്ക് 8ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ പുറത്ത് നിർത്തി ഞാൻ ആ ഏറ്റെടുത്ത് അങ്ങോട്ട് മുമ്പോട്ട് പോയി. ഒരു 9 വർഷത്തോളം ചെത്തൊഴിലാളിയായി ജീവിച്ചു. അതിനുശേഷം ഡ്രൈവറോട്ട് ഇതുപോലെ തന്നെ ഒരു താല്പര്യമായിരുന്നു ഡ്രൈവിങ്. അതിനിടയ്ക്ക് ഞാൻ ഡ്രൈവിങ്ങും പഠിച്ച് വന്ന് ഒരു ചെറിയ ടാക്സി വണ്ടി മേടിച്ച് ടാക്സി ഡ്രൈവറായിട്ട് കിഴക്കമ്പലത്ത് 3 വർഷത്തോളം ടാക്സി ഓടിച്ചു. ആ ടാക്സി ഓടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വലിയ വാഹനം മേടിക്കുന്നു തോന്നി. ഒരു ലോറി ഞാൻ വാങ്ങിച്ച് ലോറിയിൽ കരിങ്കൽ കയറ്റി കൊണ്ടാക്കി അങ്ങനെ വിറ്റ് അങ്ങനെ ഒരു 287 വരെ ഞാൻ ആ തൊഴിലായിട്ട് മുമ്പോട്ട് പോയി. ഇങ്ങനെ കരിങ്കൽ കയറ്റി കൊണ്ടുപോയപ്പോൾ എനിക്ക് തോന്നി ഈ കരിങ്കൽ കയറ്റുമ്പോൾ ഒരു മട വാടകയ്ക്ക് എടുത്താൽ ആ മടയിൽ നിന്ന് നമുക്ക് കല്ലെടുത്തിട്ട് വരാം, ഈ കറക്കാർ കാശ് കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ വാടകയ്ക്ക് എടുത്ത് ആ പാറമട തുടങ്ങി. അങ്ങനെ ഒരു ലോറിയോട് മേടിച്ചു, 2 ലോറി മേടിച്ചു. ആ 2 ലോറി കരിങ്കൽ കയറ്റി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഞാൻ അത് വിപുലീകരിച്ച് നിൽക്കുമ്പോൾ ചെടിയിൽ നിന്ന് ചെറിയ പൊതുപ്രവർത്തനം കൂടിയാണ്. ഒരു വലിയ അപകടത്തിൽപ്പെട്ട് മരത്തോട് മല്ലടിച്ച് 2 ദിവസം മരിച്ചു കിടക്കുന്ന സാഹചര്യം പോലെ ഉണ്ടായി. ക്രിസ്തു 3-ാം ദിവസം ഉയർത്തി നിൽക്കും പോലെ 3-ാം ദിവസം ഒരു അനക്കം വീണ് ജീവൻ രക്ഷ കിട്ടി. അങ്ങനെ അപ്പോൾ പിന്നെ അന്നോട്ട് അധ്വാനിക്കാൻ പറ്റാത്ത സാഹചര്യം ഇതായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 2015 കാലഘട്ടത്തിൽ എനിക്ക് ഉള്ളിൽ അന്ന് ഈ ചെറുപ്പത്തിലുള്ള സ്വപ്നമാണ് ഒരു ഫാം, ചെറിയ 10 പശുക്കളെയും വളർത്തി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു പ്രത്യസമാണ്. അതിനുവേണ്ടി ഞാൻ ആ ഫാം തുടങ്ങാൻ വേണ്ടി അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് പറ്റിയ ഒരു 2.5 ഏക്കർ സ്ഥലം, അതിന് പറ്റിയ സ്ഥലം കിട്ടി. ആ സ്ഥലം ഞാൻ എൻ്റെ മകനും കൂടി വാങ്ങി അവിടെ ആദ്യം ഒരു പ്ലാന് പല സ്ഥലത്തും പോയി കണ്ടുപഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു 30 പശുക്കളെ കെട്ടാവുന്ന ഒരു ലെവൽ ഒരു തൊഴുത്ത്, നല്ല രീതിയിൽ തൊഴുത്തുണ്ടാക്കി. ആ തൊഴുത്തുണ്ടാക്കി അതിനകത്ത് ആദ്യം തന്നെ ഒരു 6 പശുക്കളെ വാങ്ങിച്ചു. ഞാനൊരു പൊതുപ്രവർത്തകനെ പറഞ്ഞല്ലോ. ആ പൊതുപ്രവർത്തകൻ ആയ ഞാൻ, എൻ്റെ നേതാവ്, അന്നത്തെ ഒരു പ്രധാന നേതാവായിരുന്നു PM ഇസ്മയിൽ, ഇന്ന് സപ്ലൈകോയുടെ വൈസ് ചെയർമാൻ. അദ്ദേഹത്തിനെ കണ്ടു പറഞ്ഞു. അപ്പോൾ ശരി ഞാൻ വരണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരികയും ഇവിടെ വന്ന് ഈ ഫാം ഉദ്ഘാടനം ചെയ്ത് 6 പശുക്കളെ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പോയി. അതിനുശേഷം തന്നെ അത് 6ആയി, ഇന്ന് 10ആയി, 10-ൽ നിന്ന് 20ആയി, 10-ൽ നിന്ന് 30ആയി. 30ആക്കി കഴിഞ്ഞപ്പോൾ നോക്കി കഴിയുമ്പോൾ നഷ്ടത്തിൽ പോകണം. നഷ്ടത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഉടൻ തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കണല്ലോ, നഷ്ടം വിജയിപ്പിക്കണല്ലോ. അല്ലാതെ പശു കച്ചവടം നഷ്ടമാണ്, പാൽക്കാര നഷ്ടമാണ്, കൃഷി നഷ്ടം, നെൽകൃഷി നഷ്ടം എന്ന് പറഞ്ഞ പോലെ എല്ലാം നഷ്ടമെന്ന് പറയാമല്ലോ. ഇത് എവിടെയാണ് പരാജയം എന്ന് നോക്കണ്ടേ. അതുവേണ്ടി ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. പഠിച്ചപ്പോൾ എൻ്റെ തൊഴുത്തിൽ നിൽക്കുന്ന പശുക്കൾ 1 വർഷവും 10 ലിറ്റർ താഴെ പാലുള്ള പശുക്കളാണ്. അപ്പോൾ അത് 10 ലിറ്റർ ഒരു നേരം, രാവിലെ ഒരു നേരം 10 ലിറ്റർ പാലെങ്കിലും കിട്ടിയാലേ ഫാം നഷ്ടം കൂടാതെ നടത്താൻ സാധിക്കുള്ളൂ എന്ന് ബോധ്യം വരികയും അതുകൊണ്ട് ഞാൻ അതിനുള്ള ശ്രമം നടത്തി. ഞാൻ എൻ്റെ പശുക്കളെല്ലാം 10 ലിറ്റർ മേലെയുള്ള പശുക്കളെ മാറ്റി. അപ്പോഴും വിലയും കൂടെ നോക്കുമ്പോൾ നഷ്ടം കൂടാതെ നഷ്ടം തീർന്നു. എങ്കിൽ പോലും ഒന്നും വിഷം വരുന്നില്ല. അപ്പോഴും കിട്ടുന്നത് വിഷം ഇത് ഇത്ര നടത്തിയിട്ട് പൈസ മുടക്കി ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കതിന് ഇത് വരുന്നില്ല. അതും കാര്യം അന്വേഷിച്ചപ്പോൾ പാലിന് ന്യായമായ വില കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സംഘടനാ രംഗത്ത് തന്നെ അത് ബോധ്യപ്പെടുത്തുകയും ആ ലെവലിൽ സർക്കാരിൽ സമ്മർദ്ദമൊക്കെ ചെയ്തിരുന്നു. അതിന് കൂടാതെ തന്നെ അതിനൊരു പരിഹാരം എന്ന ലെവലിൽ ഞാനിവിടെ തന്നെ എൻ്റെ പേരിൽ, എൻ്റെ പേര് വിജയൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, വിജയൻ എന്ന് പേര് പറഞ്ഞാൽ വിജയ മിൽക്ക്, നാടൻ മിൽക്ക് എന്നുള്ള പേരിൽ തന്നെ
ആ പാൽ മുഴുവൻ 1 ലിറ്ററിൻ്റെ കവറിലാക്കി വിൽക്കുന്നതിനായി. അപ്പോൾ എനിക്ക് 42 രൂപ 40 രൂപയൊക്കെ കിട്ടുന്ന സ്ഥാനത്ത് എനിക്ക് എല്ലാ ചിലവും കഴിഞ്ഞ് 50 രൂപ മിച്ചം വരുന്ന 1 ലിറ്റർ പാലിന് വരുന്ന ലെവലിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പാലില്ല ലാഭത്തിലായി. അപ്പോൾ നമ്മുടെ ഫാം നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ ന്യായമായ ലാഭം കിട്ടുന്ന സ്ഥിതിയിലെത്തി. ആ പാൽ പിന്നെ നമ്മൾ സംസ്കരിച്ച് തൈര് വേണം, പലർക്കും തൈരിന് ആവശ്യപ്പെട്ടപ്പോൾ നല്ല തൈര് വേണം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കുറേ പാൽ എടുത്ത് തൈരാക്കി കിട്ടും. ആ തൈരാക്കുന്ന പാലിൽ നിന്ന് നമ്മൾ വെണ്ണ എടുത്ത് നെയ്യാക്കി, ആ നെയ്യ് കിട്ടി. നെയ്യല്ല അതെല്ലാം എത്ര ഉണ്ടായാലും ചിലവായി പോകുന്നുണ്ട്, ബാക്കി ബാലൻസ് വരുന്നില്ല. അപ്പോൾ അങ്ങനെ നെയ്യായി മുമ്പോട്ട് പോയി. അപ്പോൾ ഇപ്പോൾ ഒരു 400-450 ഇടയ്ക്ക് പാല് ആവറേജ് കയറി ഇറങ്ങി ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ഫാമിലുണ്ടാകും. ആ പാല് കംപ്ലീറ്റ് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമ്മൾ വിഷയിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഈ മേടിക്കുന്ന ആൾക്കാരിൽ 95% ആൾക്കാരും എന്നെ നേരിട്ടറിയാവുന്ന ആൾക്കാരാണ്. അവർക്കറിയാം ഈ പാൽ പുറത്തിരുന്നാൽ കേടാവുന്നു, 4 മണിക്കൂറെ പുറത്ത് വയ്ക്കാവുന്നു, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കണം എന്ന് പറയാവുന്നതുകൊണ്ട് അവരെല്ലാം അങ്ങനെ ആ ലെവലിൽ തന്നെ ഇതാണ്. കാരണം ഞാൻ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു 5 കൊല്ലം പഞ്ചായത്തിൻ്റെ കടി ഞാൻ പിടിച്ചു, 5 കൊല്ലം സഹകരണ ബാങ്കിൻ്റെ കടി ഞാൻ പിടിച്ചു. അപ്പോൾ നല്ലവരായ എന്നെ സ്നേഹിക്കുന്നവരും അല്ലാത്തവരും പഞ്ചായത്തിൽ 90% ആൾക്കാർ എന്നെ നേരിട്ട് അറിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാല് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാർ മാറ്റി മേടിക്കില്ല. അപ്പോൾ അങ്ങനെ സ്ഥിരമായി മേടിച്ചിരുന്ന പാലെല്ലാം ചിലവാസി വന്നു. ഇങ്ങനെ നല്ല വിജയകരമായി മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ ഇത് മാത്രമല്ല, ഞാനിപ്പോൾ ഒന്ന് 2017-18 ഈ വർഷത്തെയും എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല സമ്മിശ്ര കർഷകനുള്ള അവാർഡും എനിക്ക് കിട്ടിയതാണ്. നമുക്ക് പശുഫാം മാത്രമല്ല, ഇത് മാത്രമല്ല മറ്റെല്ലാ കൃഷികളും ഉണ്ട്. മറ്റേ 20 ഏക്കറോളം ഞാൻ പാടം കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ 100 ചില തെങ്ങുകൾ കായ്ക്കുന്നുണ്ട്. 200ഓളം അടയ്ക്കാമരം കായ്ക്കുന്നുണ്ട്. ഈ വർഷം ഒരു 500 വാഴ, ഏത്തവാഴ വെച്ചപ്പോൾ കൊല പറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. മൊത്തം ഒരു 5 ഏക്കർ സ്ഥലത്ത് ഞാൻ മൊത്തം കൃഷി ചെയ്യുന്നത്. ഇതിനാവശ്യമായ പുല്ല് മുഴുവൻ ഞാൻ സ്വന്തം കാണുന്നതാണ്. അതാണ് മേഖല. എൻ്റെ ഒരു 1.5 ഏക്കറോളം പുല്ലാണ്. ഈ പശുവിന് ആവശ്യമായ പുല്ല് അവിടെ നിന്ന് വേനൽ മൂത്ത പുല്ലിന് കുറവ് വന്നപ്പോൾ അല്പം പൈനാപ്പിളിൻ്റെ തണ്ടെടുത്തു എന്നുള്ളത്. അത് വളരെ കുറച്ച് കൊടുക്കുള്ളൂ. നമ്മൾ പുല്ല് വെട്ടി ഇല്ലെങ്കിൽ മാത്രമേ കൊടുക്കൂ. അങ്ങനെ പുല്ല് വെട്ടി കൊടുത്ത് തന്നെ സുന്ദരമായി പാൽ ഉൽപ്പാദിക്കുന്നത്. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് പാൽക്കുളം എൻ്റെ മക്കൾ, എനിക്ക് 3 ആമക്കളാണ്. വിജേഷ്, ഒന്ന് വിനേഷ് വിജയൻ, വിബേഷ് വിജയൻ, ഈ 3 മക്കൾ. 3 പേർക്കും ഓരോ ചെറിയ ബിസിനസ്സുകൾ ഉണ്ട്. ഈ മൂത്തമാനാണ് ഇതിന് എല്ലാം കടിച്ചാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവനാണ്. അവൻ തന്നെ സ്വന്തമായി വേറെ ബിസിനസ് ഉണ്ട്. അതിന് സൈഡ് ബിസിനസ്സായിട്ട് ഇതെല്ലാം ഞാൻ മേൽനോട്ടം ഞാൻ വഹിക്കുന്നു. അപ്പോൾ ഒറ്റയടിക്ക് സൊസൈറ്റിന്ന് പിന്നെ മാർക്കറ്റിലേക്ക് വന്നപ്പം ഈ ആളുകൾ പിടിക്കുക എന്ന സംഗതി എളുപ്പമായിരുന്നോ? ഒറ്റയടിക്കല്ല മാറിയത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ 400 ലിറ്റർ പാൽ ഉണ്ടായാൽ ആദ്യം 100 ലിറ്റർ പാൽ കവറാക്കി കൊടുത്തു. അത് പൂർണ്ണമായി എന്നെ അറിയാവുന്ന ആൾക്കാർ മേടിച്ച് കഴിഞ്ഞപ്പോൾ അത് തയ്യാറ് വന്നപ്പോൾ 150 ആക്കി, 200 ആക്കി, 250 അങ്ങനെ വർദ്ധിപ്പിച്ചാണ് ഞാൻ ഈ പാല് മുഴുവൻ ഇപ്പോൾ വിറ്റഴിക്കുന്നത്. റിസൾട്ട് എൻ്റെ കൂടുതൽ വന്നു. ഇത് വിജയ മിൽക്കാണ്, നമ്മുടെ വിജയ പാലാണ്, നമുക്ക് വിശ്വസിച്ച് ഇരിക്കാം എന്നുള്ള പ്രചരണം മൊത്തത്തിൽ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചിലവ് ഓട്ടോമാറ്റിക്കായി കൂടി. അതുപോലെ തന്നെ എൻ്റെ തൈരാണെങ്കിലും എൻ്റെ നെയ്യാണെങ്കിലും എനിക്ക് എൻ്റെ ഇപ്പോൾ ഉണ്ടാക്കുന്ന മോരാണെങ്കിലും ഇത് വിജയ പ്രൊഡക്ഷനാണ്, വിജയൻ്റെ പ്രൊഡക്ഷനാണ് എന്നുള്ള മക്കളുടെ പേരൊക്കെ ഉണ്ടെങ്കിൽ പോലും പുറത്ത് പറയപ്പെടുന്നത് എൻ്റെ പേരാണ്. പണിയെടുക്കാൻ പോകുന്നത് അവരാണ്. എങ്കിൽ പോലും പേര് എൻ്റെ പേരിലാണ് വരുന്നത്. അപ്പൊ സാധാരണ ഈ ഫാമുകാരൊക്കെ ഹൈബ്രിഡ് പശുക്കളെ വളർത്താറുള്ളൂ. പക്ഷെ അപ്പച്ചൻ്റെ ഫാമിൽ എന്താ പറയുക, ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കളാണുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് നാടൻ പശുക്കൾക്ക് പ്രതിരോധ ശക്തി കൂടുതലുണ്ടാവും. അതായത് പാലാണെങ്കിൽ ഈ എച്ചപ്പ് ഞാൻ പശുക്കൾക്ക് പാല് കൂടുതൽ കിട്ടും. 14 ലിറ്റർ വരെ, 15 ലിറ്റർ വരെ സാധാരണ രാവിലെ, വൈകിട്ട് ഒരു 8 ലിറ്റർ. അപ്പോൾ ഒരു 20-22 ലിറ്റർ പാല് ദിവസം കിട്ടുന്നുണ്ട്. പക്ഷേ ആ എച്ചപ്പിൻ്റെ പശുക്കൾക്ക് പാലിന് കൊഴുപ്പ് കുറവായിരിക്കും, റീഡിങ് കുറവായിരിക്കും. അതാണ് മറ്റേ പശുക്കൾക്ക് നമ്മുടെ നാടൻ മിക്സർ, മറ്റേ ജേഴ്സി, സുനന്ദിനി, ഈ പശുക്കൾക്കെല്ലാം പാലിന് നല്ല കൊഴുപ്പുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ആവറേജ് ഒരു തീരെ പാല് കൊഴുപ്പുള്ള പാല് കൊടുത്താൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഈ 2 പാലും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ജേഴ്സിയുടെ പാലും സുനന്ദിൻ്റെ പാലും മറ്റേ എച്ചപ്പിൻ്റെ പാലും പശുക്കളുടെ പാലും മിക്സായിട്ട് കൂട്ടി വഴി വരുമ്പോൾ ആവറേജ് പാലിന്
കൊഴുപ്പുണ്ടാവും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹൈബ്രിഡ് പശുക്കളെ വളർത്തിയാൽ കുഴപ്പമില്ലെങ്കിൽ കൂടുതൽ നമ്മൾ ടെൻഷൻ എടുക്കണം. അസുഖങ്ങൾ കൂടുതലാണ്. വീണ് പോയാൽ വിലയിൽ പശുകൾ ഒരു ആവറേജ് ആണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ചിലയെന്നൊരു വലിയ 10 ലക്ഷമോ 1.5 ലക്ഷമോ കൊടുത്ത പശു വന്ന് ചിലയെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ചിലപ്പോൾ ഇൻഷുർ ചെയ്യാൻ ഒരു ദിവസം വൈകി പോയാൽ പശുക്കളെല്ലാം ഇൻഷുറാണ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏത് ഫാമിൽ ചെന്നാലും നമ്മൾ പ്രധാന സ്ഥലം ഇന്നത്തേക്ക് അപ്പോൾ പശു വിജയിച്ച് പോകണമെങ്കിൽ അത് ഇൻഷുർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ ഇതുങ്ങളുടെ പാല് 3 മാസം കഴിയുമ്പോൾ കുറയില്ലേ? അപ്പം നമ്മൾ 3 മാസം കഴിയുമ്പോൾ ഇത് മതി വരും. മതി ആ സമയത്ത് തന്നെ നമ്മൾ കുത്തിവെക്കണം. അല്ലെങ്കിൽ കറവ കുറേ നഷ്ടത്തിൽ പോകും. അത് ചുന പിടിക്കാൻ വൈകിയാൽ ദിനംതോറും അത് പാല് നഷ്ടത്തിൽ വരുന്നത്. അപ്പോൾ ആ പാല് നിലവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു 10 ലിറ്റർ പശു 10-15 ലിറ്റർ 3 മാസം കഴിഞ്ഞാൽ പിന്നെ പാല് കുറയും. അപ്പോൾ ആ സമയത്ത് 3-ാം മാസം മിക്കവാറും പശുക്കൾ മതിക്കും. അപ്പോൾ തന്നെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ വലിയ നഷ്ടം വരില്ല. 7 മാസം കൊണ്ട് ചുന പിടിച്ച് കഴിയുമ്പോഴത്തേക്കും പാല് എപ്പോഴും അന്നേരം ഒരു 10 ലിറ്ററുള്ള പശുവിന് ഒരു 6 ലിറ്റർ 7 ലിറ്റർ വരെ പാല് നിലനിന്ന് പോകും. 3 പശു എങ്കിലും 4 പശുക്കളെങ്കിലും പ്രസവിക്കാൻ പാകത്തിനാണ്. അപ്പോൾ പാലിന് വേരിയേഷൻ വരില്ല. ചേട്ടാ പേര് പറയാവോ? എൻ്റെ പേര് വിജേഷ് വിജയൻ. അപ്പോൾ സ്റ്റാർട്ടിങ് 6 പശുവിൽ നിന്ന് 48 പശു വരെ എത്തിയപ്പോൾ അതിൽ നിന്നുണ്ടായ പ്രതിസന്ധികൾ ഒരുപാട് ഉണ്ടാവില്ല. അതെന്താന്ന് പറയാവോ? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ചാണകം ഇവിടുന്ന് കൊണ്ടുപോലൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് ഏരിയ ഉണ്ട്, 3-3.5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചാണകം ഇവിടുന്ന് റെഡിയാക്കി വിടലൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നെ നമ്മൾ ആ പ്രതിസന്ധി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാണകം ഉണക്കിയിട്ട് വിൽക്കാന്നുള്ള കണ്ടീഷനിലേക്ക് എത്തി. അപ്പോൾ അതിനൊരു മെഷീൻ മേടിച്ചു. പിന്നെ കോഴിയുണ്ട്, കുറച്ച് കോഴികളെ മേടിച്ചിട്ടു. അപ്പോൾ കോഴി ചകഞ്ഞ് കുറച്ച് ചാണകം ഉണക്കി റെഡിയാക്കി ഇടും. അതിൻ്റെ കൂട്ടത്തിൽ മെഷീൻ നമ്മളൊരു 3-3.5-4 ലക്ഷം രൂപയുടെ മെഷീൻ മേടിച്ചായിരുന്നു. അപ്പോൾ ആ മെഷീനിലൂടെ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ടാങ്കിൽ നിന്ന് അടിക്കുന്ന ചാണകം അവിടെ ഉണങ്ങി വീഴുന്ന അവസ്ഥ വന്നു. അപ്പോൾ അത് നമുക്ക് വിറ്റ് അതൊരു ഇൻകമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫാമുകാർക്ക് എപ്പോഴും ഒരു ചെയ്യാവുന്ന ഒരു എക്സ്ട്രാ ഇൻകം വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സാധാരണക്കാരായ ക്ഷീരകർഷകർ ഒരു 10 പശുക്കളെ വളർത്തുന്ന ആൾക്കാർക്ക് ഇങ്ങനെ നമ്മൾ ഈ പ്രോഡക്റ്റ് ആയിട്ട് പാക്കറ്റ് അടിച്ച് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റുമോ ഇത്? അതിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഫാമുകളും 10 പശു അടങ്ങുന്ന പശുക്കളുടെ എണ്ണം വെച്ച് നടത്തുന്ന ആളുകളുടെ ഫാമുകളൊക്കെ വളരെ കുറവാണ്. ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഇവിടുന്ന് രാവിലെ ഉച്ചയ്ക്കായിട്ട് ഏകദേശം ഒരു 10-40 ലിറ്റർ പാലിൻ്റെ അടുത്ത് വന്ന് മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഫാമിൽ വന്നിട്ട് ഇവിടെ ലോക്കലുള്ള ആളുകൾ വന്ന് പാല് മേടിച്ചു കൊണ്ടുപോകണം. കാരണം നല്ല പാല് വേണമെന്നുള്ള ആഗ്രഹമുള്ളവർ. അപ്പം ഈ 10 പശുക്കൾ ഉള്ളവർ നമ്മൾ ഇതിപ്പോൾ വരുന്ന പാലുകൾ മുഴുവനും തന്നെ തമിഴ്നാട് പാലുകളാണ് കൂടുതലും ഇവിടെ വരുന്നത്, പാക്കറ്റിൽ സെല്ല് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നത്. അതും പാസ്റ്ററൈസ് ചെയ്ത പാലും അങ്ങനെയുള്ള പാലുകൾ നല്ലതുണ്ട്, നല്ല മോശം പാലും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഫാമിലെ പാല് നല്ലതാണ് എന്നും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത്തിരി റിസ്ക് എടുത്താലും പിന്നീട് നമുക്ക് അതിന്റെ ഗുണം കിട്ടും. അതായത് ഈ ഫാമിൽ ചെയ്ത് ആദ്യം ഒരു 100 അടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അടിച്ചു കൊടുത്ത് അതിൽ നിന്ന് ആൾക്കാർ അറിഞ്ഞു വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു 1-2 വർഷം നമുക്ക് റിസ്ക് എടുക്കേണ്ടി വരും. ആ റിസ്ക് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഈസി ആയിട്ട് റൺ ചെയ്യിക്കാവുന്ന കണ്ടീഷൻ. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, നമ്മളിപ്പോൾ പാൽക്കൂടം 5 വർഷമായി നമ്മൾ പാക്കിംഗ് യൂണിറ്റ് തുടങ്ങിയിട്ട്. ഫാം തുടങ്ങിയിട്ട് 10 വർഷമായി, പാക്കിംഗ് യൂണിറ്റ് തുടങ്ങിയിട്ട് 5 വർഷമായി. ഇപ്പം നമ്മൾ അടുത്തത് അനിയന്മാരും എല്ലാവരും കൂടി ഞങ്ങൾ 3 അനിയന്മാരും 3 പേരും ചണ്ടനിയന്മാരുണ്ട്. ഞങ്ങൾ 3 പാൽക്കൂടം എന്ന് പറഞ്ഞ പുതിയൊരു ബ്രാൻഡിലേക്ക് കിടക്കുകയാണ്. അപ്പം അടുത്ത മാസം അത് ഓപ്പൺ ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അത് വരുന്നതോടുകൂടി നമുക്ക് എറണാകുളം ജില്ല മൊത്തം ചെയ്യണമെന്നുള്ള പാസ്റ്ററൈസ് ചെയ്ത മിൽക്ക് നമ്മുടെ പാല് തന്നെ എടുത്തിട്ട് പാസ്റ്ററൈസ് ചെയ്ത മിൽക്ക് എറണാകുളം ജില്ല മൊത്തം ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫാം കാണാം. ഇതായിട്ട് ഇവിടുത്തെ പശുക്കള് നമ്മൾ ഈ ഭാഗത്ത് നിൽക്കുന്ന പശുക്കൾ മുഴുവൻ കറവ പശുക്കളാണ് താഴെ നിൽക്കുന്നല്ലോ. ഇതിപ്പോ ഈ ഫാം പണിതിക്കണോ തട്ടും കെട്ടായിട്ടാണ്? അത് ഫുള്ള് ഒറ്റയടിക്ക് പണിയായിരുന്നോ? ഇല്ല, ഇത് നമ്മള് മൊത്തം ഈ ഷെഡ് മൊത്തം നമ്മൾ ഒറ്റയടിക്ക് പണിതാണ്. മുകളിലെ ഷെഡ് നമ്മൾ രണ്ടാമത് പണിതാണ്. ഈ സൈഡിൽ ഇപ്പൊ എത്ര പശുക്കളെ നിർത്താവുന്ന രീതിയിൽ? ഇതിപ്പോ നമ്മളൊരു 30 എണ്ണം താഴെ കറവ പശുക്കൾ നിർത്താം. 30 കറവ പശുക്കൾ താഴെ നിർത്താവുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ഈ സൈഡിൽ 15, ആ സൈഡിൽ 15, 30 പശുക്കൾ അല്ലേ? ഇപ്പൊ ഇവിടെ റെസ്റ്റിംഗ് ടൈം ആണ്. ഇപ്പൊ റെസ്റ്റിംഗ് ടൈം ആണ്. ഇനിയിപ്പോ ഒരു 12 കാലാകുമ്പോ കുളിപ്പിച്ച് 1 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, കറവ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ ഫാം പണിതപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചേട്ടൻ ശ്രദ്ധിച്ച്? ഈ ഫാം പണിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് പശുക്കൾക്ക് അന്നേരം ഫാം എന്ന രീതിയിൽ മെയിനായിട്ട് വേണ്ടത് ഒന്ന് മറ്റേ വെള്ളം ഓട്ടോമാറ്റിക് വന്ന് കുടിക്കാനുള്ള സംവിധാനം. പിന്നെ ഫാൻ വേണമായിരുന്നു. എല്ലാവർക്കും ഫാൻ ചൂട് കൂടുതലായതുകൊണ്ട് ഫാനിൻ്റെ സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ റബ്ബർ മാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നിൽക്കാനുള്ള സൗകര്യം. ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് മെയിനായിട്ട് പറഞ്ഞാൽ ചാണകം പുറത്തേക്ക് പോകാത്ത രീതിയിൽ മൊത്തം കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ചാണകത്തിന്റെ ടാങ്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചായിരുന്നു.
ഇത് നമ്മൾ ചാണകത്തിന് ടാങ്ക് ഇത്ര ഏരിയയിൽ ഒരു 10 അടി താഴ്ചയിൽ കോൺക്രീറ്റ് ചെയ്ത് മൊത്തം സെറ്റ് ചെയ്തതാണ്. അപ്പൊ ചാണകം പുറത്തേക്ക് പോവില്ല. പണ്ട് ഇതില് മോട്ടർ ഇട്ടിട്ടാണ് നമ്മൾ മറ്റേ ഉണക്കി മുകളിലേക്ക് വരുത്തുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ മറ്റേ പുല്ല് കട്ടിയുടെ മെഷീൻ, പിന്നെ ചാണകം ഉണങ്ങണ മെഷീൻ, കറവ മെഷീൻ, ഇതൊക്കെ നമ്മൾ പിന്നീട് അറേഞ്ച് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊണ്ടുവന്നാണ്. പിന്നെ അത്യാവശ്യം ഹൈറ്റിലാണ് പറഞ്ഞേക്കുന്നത്, ചൂടില്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോ നമുക്കൊരു മിസ്റ്റിന്റെ ഒരു കൂടി സെറ്റ് ചെയ്യാൻ അതിന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയ വെള്ളം സ്പ്രേ ചെയ്യാനുള്ള സംവിധാനം കൂടി അറേഞ്ച് ചെയ്യാനുള്ള ചൂടുകാലം വരുന്നുണ്ട്. പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് അങ്ങനെ വരുന്നില്ല. പിന്നെ മെയിൻ്റെനൻസ് കാരണം ഞാൻ ഈ കഴിഞ്ഞ മാസം ഒന്ന് പെയിന്റ് അടിച്ചായിരുന്നു. മുകളിലേക്ക് ഒന്ന് പെയിന്റ് അടിച്ച് തുരുമ്പൊന്നും കയറാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് പെയിന്റ് അടിച്ച് കൊടുത്തായിരുന്നു. പാട്ട് വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്? പാട്ട് ഇടയ്ക്ക് അങ്ങനെ ഇവര് കാര്യമായി യൂസിങ് ഇല്ല. ഈ നേപ്പാൾ ഫാമിലിയാണ് നമ്മൾ കറവയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവര് നമ്മൾ പറഞ്ഞാലും അവര് അവരുടെ ലൈനിലെ ചെയ്യുള്ളൂ. അത് പാട്ട്. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടത് അവരെ നമ്മൾ കൂടെ നിർത്തണമല്ലോ, അവിടെ ആവശ്യമല്ല. ഇതിപ്പോ കറപ്പശുക്കൾ മാത്രമുള്ള സെക്ഷനാണ്. ഇനി കുട്ടികളുടെ സെക്ഷൻ മേളിലാണ്. ചേട്ടാ, അപ്പൊ ഈ കുട്ടികൾ നിർത്തുമ്പോൾ എക്സ്പെൻസ് അല്ല കൂടും? കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളർത്തിയെടുക്കാന്ന് പറഞ്ഞ എക്സ്പെൻസ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് നമ്മള് പുറമേ നിന്ന് ഇപ്പോൾ ഒരു പശു നല്ല പശുവിനെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 80,000 രൂപ 85,000 രൂപ മുടക്ക് വരും. പിന്നെ നമ്മൾ അത് പുറമേ നിന്ന് മേടിച്ച് കൊണ്ടുവരണമെങ്കിൽ അത് നമുക്ക് സക്സസ് ആയി ഇവിടെ ഒന്ന് പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിടിച്ച് ഇതിപ്പോൾ നമ്മുടെ ഫാമിലി വന്ന് ഉണ്ടായി വളർത്തിയെടുക്കുന്ന പശുക്കളാണെങ്കിൽ, പശുക്കുട്ടികളെ വളർത്തിയെടുക്കുന്നതാണെങ്കിൽ അതിന് പൊതുവെ രോഗങ്ങൾ കുറവായിരിക്കും. ഇവിടുത്തെ സാഹചര്യമായിട്ട് ഇണങ്ങി ഉള്ളതുകൊണ്ട് പൊതുവെ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് നിന്നോളും. ചെന പിടിക്കാൻ ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പാലുൽപാദനം എങ്ങനെയുണ്ട്? പാലുൽപാദനം ഇപ്പൊ നിലവിൽ 450 ഇപ്പൊ ഒരു 420 അമ്മയുടെ പാല് കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഫാം നഷ്ടത്തിലേക്ക് വന്നപ്പോ തീറ്റയുടെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിച്ചോ? തീറ്റയുടെ കാര്യത്തില് നഷ്ടത്തിൽ വന്നപ്പോ തീറ്റ ഒന്നും കുറച്ചിട്ടില്ല, കുറവ് ചെയ്തിട്ടില്ല. കാരണം തീറ്റ കുറവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമുക്ക് പശുക്കളെ ബാധിക്കും. അപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല. തീറ്റ നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരള ഫീഡ്. കേരള ഫീഡിന്റെ എലൈറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കേരള ഫീഡിന്റെ എലൈറ്റ്. അപ്പൊ കേരള ഫീഡിന്റെ എലൈറ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഗോതമ്പ് തവിട് ഉണ്ട്, ഗോതമ്പ് തവിട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് നമ്മൾ പോരുന്നത്. പലരും പലതും മാറ്റിയൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരീക്ഷണങ്ങളൊന്നും ചെയ്യാറില്ല, അത് തന്നെ ചെയ്യാറ്. പിന്നെ നമ്മള് വോക്സോവിറ്റും ഇതിന്റെ ടോണിക് ഉണ്ട്, അത് കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ടോണിക്കും കാര്യങ്ങളും കാൽസ്യം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ രീതി എങ്ങനെയാണ്? നമുക്കിപ്പോ തീറ്റ നമ്മൾ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പശുവിന് 3 ലിറ്റർ പാലിന് 1 കിലോ തിരി എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്യണത്. എന്ന് പറഞ്ഞാൽ 9 ലിറ്റർ പാല് കിട്ടുന്നതിന് 3 കിലോ തിരി ഒരു നേരം കേട്ടോ, ഒരു നേരം. അപ്പൊ അങ്ങനെ 2 നേരം കൊടുക്കും. പിന്നെ തവിട് 1 കിലോ വെച്ചിട്ട് തവിടും കൊടുക്കും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഓക്സോവിറ്റ്, ടോണിക് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പുല്ലുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസും അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത്. തീറ്റ എല്ലാവർക്കും ഒരുപോലെ അല്ലായിരിക്കും? ഒരുപോലെ അല്ല, പാലിനനുസരിച്ച് വേരിയേഷൻ വരും. കുട്ടികൾക്ക് വേറെ തീറ്റയാണോ കൊടുക്കുന്നത്? കുട്ടികൾക്ക് വേറെ തീറ്റ കൊടുക്കുന്നുണ്ട്. അതെല്ലേ, ഓക്കെ. അതെങ്ങനെയാ നമ്മള് എസ്കെഎമ്മിന്റെ തീറ്റ കൊടുക്കുന്നത് കുട്ടികൾക്ക്? നേരത്തെ മുതൽ കൊടുക്കണതാണ്, നേരത്തെ കൊടുത്തോണ്ടിരിക്കുന്നതാണ്. എസ്കെഎമ്മിന്റെ പോപ്പുലർ പല്ലറ്റ് എന്ന് പറഞ്ഞാണ്, പല്ലറ്റാണ്. അപ്പൊ അത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ എടുത്തുകൊണ്ടാണ്. നമ്മള് വേറെ കുട്ടികൾക്ക് പിന്നെ അത് കൂടാതെ നമ്മൾ തീറ്റ കൂടാതെ നമ്മൾ എക്സ്ട്രാ വളർച്ച ഉണ്ടാകാൻ വേണ്ടിട്ട് ഒരു ബൂസ്റ്റർ എന്ന സാധനം കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഇത്. നമ്മളിത് കുട്ടികൾക്ക് വളർച്ചയുണ്ടാകുമ്പോൾ കൊടുക്കണം. ഇത് ചെറിയ ക്യാനാണ്, ഇതിന്റെ വലിയ ക്യാനുണ്ട്. ഇത് നമ്മൾ എല്ലാ ദിവസവും 1 ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 നേരം കൊടുക്കും. അപ്പൊ ഇത്രയും പശുക്കളുള്ളതുകൊണ്ട് പുല്ല് കൊടുക്കുന്നുണ്ടോ? ഇത്ര പശുക്കൾക്ക് നമ്മൾ പുല്ല് കൊടുക്കുന്നുണ്ട്. പുല്ലും നമ്മൾ കന്നാരം കൂടി ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വേനലായതുകൊണ്ടാണ് കന്നാര നമ്മളിപ്പോ യൂസ് ചെയ്ത് തുടങ്ങിയത്, കുറച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുല്ലാണ് ഫുള്ള് കൊടുക്കുന്നത്, ഫുള്ള് പുല്ല് തന്നെ കൊടുക്കുന്നത്. ആ പുല്ല് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഓൾറെഡി നമ്മൾ പുല്ല് നട്ടിട്ട് പുല്ല് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ അത് വെട്ടാൻ ആളുണ്ട്, അവര് പുല്ല് വെട്ടി കൊണ്ടുവരും. അപ്പൊ അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പാൽ യൂണിറ്റ് അല്ലേ? അതെ, പാൽ യൂണിറ്റ്. 4 വർഷമായിട്ട് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങി വിജയകരമായിട്ട് നടത്തുന്നുണ്ടിരിക്കുകയാണ്. അത് ഫാമിന്റെ നമ്മൾ ഫാം തുടങ്ങിയപ്പോ ജസ്റ്റ് ഒരു ലേബൽ ചെയ്തതാണ്. അതിനുശേഷമാണ് നമ്മളിവിടെ പാലിന്റെ പാക്കിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. വിജയ നാടൻ കൗ മിൽക്ക് അല്ലെ, നാടിന്റെ സ്വന്തം പാൽ. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മൾ വിജയിക്കുള്ളൂ അല്ലെ? അപ്പൊ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന പാല് നമ്മൾ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണേ? നമ്മൾ അവിടുന്ന് ഉച്ചയ്ക്ക് നമുക്ക് കറക്കുന്ന മൊത്തം പാല് നമ്മൾ എടുക്കും. ആ പാല് നമ്മള് ഇത് കൂളറാണ്, ഈ കൂളറിൽ സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തിട്ട് ഇത് ഈ
പങ്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഞാൻ പാലിന് വേറെ കേടോ കാര്യങ്ങളൊന്നും വരാതെ ഫാറ്റ് പിടിക്കുകയൊന്നും ചെയ്യാതെ നമുക്ക് രാവിലെ എടുക്കുമ്പോൾ ഫ്രഷ് പാൽ തന്നെയായിട്ട് കിട്ടും. നമ്മള് മിൽമേലെ കണ്ടിട്ടുണ്ട് അല്ലേ? അത് തന്നെ. സംഭവം തന്നെ. അപ്പോൾ ഫ്രഷ് പാല് നമ്മള് ഇത് പാക്കിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇവിടെ എന്നിട്ട് സെമി ഓട്ടോമാറ്റിക് സേവന എന്ന് പറഞ്ഞ കിഴക്കമ്പലത്തൊരു കമ്പനി ഉണ്ട്, അവരുടെ പാക്കിംഗ് യൂണിറ്റ് ആണ്. അതിലൂടെ നമ്മൾ ഇവിടെ വന്ന് പാക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പാക്ക് പിന്നെ അവിടെ നിന്ന് നിലവിൽ പാക്ക് ചെയ്തിട്ട് നമ്മൾ ട്രേയിൽ ഓൾറെഡി പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ട്രേയിൽ അടക്കി നേരെ സപ്ലൈക്ക് വിടുകയാണ്. സപ്ലൈക്ക് വിടും. ആ സപ്ലൈക്ക് പോകുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തൈരും വിടുന്നുണ്ട്. ഇത് നമ്മളെ 450 ml തൈരാണ്. സൂപ്പർ, അടിപൊളിയാട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർ വാങ്ങും. ഈ ഒരു കട്ട തൈരാണ്. അതെ അതെ, കട്ട തൈരാണ്. വിജയ നാടൻ കട്ടത്തൈര്. ഇത് പറയുമ്പോൾ തന്നെ ഇതുണ്ട്, ഈ ലേബർ കാണുമ്പോൾ തന്നെ ആൾക്കാർ വാങ്ങും ഉറപ്പായിട്ട്. പിന്നെ നമുക്ക് 450 ml വരുന്നുണ്ട്, 400 ml വരുന്നുണ്ട് കട്ടത്തൈര്. ഈ കുപ്പി തന്നെ ആൾക്കാർക്ക് ഈ കുപ്പി കാണുമ്പോഴോ പണ്ടത്തെ ഒരു രീതി ഉണ്ടല്ലോ. പിന്നെ നാടൻ കട്ടത്തൈര്. പിന്നെ ഇത് പാക്കറ്റ് ആണ് തൈരിന്റെ തന്നെ. നാടൻ നമ്മളിപ്പോ മിൽമയുടെ ഒക്കെ തൈര് പോലെ തന്നെ വിജയ നാടൻ തൈര് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൈര് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്തരം പ്രൊഡക്റ്റ്. പിന്നെ സംഭാരം ചെയ്യുന്നുണ്ട്. ഇത് സംഭാരത്തിന്റെ കുപ്പിയാണ്, നാടൻ സംഭാരം, വിജയ നാടൻ സംഭാരം. പിന്നെ നെയ്യ് ഉണ്ട് നമുക്ക്. നെയ്യ് നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. നെയ്യ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയുള്ളൂ. കാരണം നെയ്യ് നമ്മൾ ഓൾറെഡി പാലിന്റെ നാടൻ പാല് ചെയ്യുമ്പോൾ പാലിൽ നിന്ന് ഒരിക്കലും നെയ്യ് എടുക്കില്ല. അത് മറ്റുള്ള തൈര്, ബൾക്ക് തൈര് ഓർഡർ വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത്. നെയ്യ് നമുക്ക് കൊടുക്കാൻ തേങ്ങ ശരിക്കും. അപ്പൊ ഇത്രത്തോളം പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് എങ്ങനെ കണ്ടെത്തിയേ? നമ്മൾ മാർക്കറ്റ് സ്റ്റാർട്ടിങ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. തുടക്കത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അച്ഛൻ്റെ പേരിടാൻ കാരണം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പൊതുപ്രവർത്തനമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അച്ഛന് ഒരു വിശ്വാസ്യത ഉണ്ട്. അച്ഛന് നാട്ടിലൊരു വിശ്വാസ്യതയുണ്ട്, പഞ്ചായത്തിലൊരു വിശ്വാസ്യതയുണ്ട്. അപ്പൊ അതാണ് ഞാൻ വിജയ എന്നുള്ള പേര് അതിനിടാൻ കാരണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഗുണം അതുകൊണ്ട് കിട്ടി. കുറച്ച് വിൽപ്പനയും കാര്യങ്ങളും ഒക്കെ അതിലൂടെ വിജയ എന്നുള്ള പേരിൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിൽ ക്യാച്ച് ചെയ്യാനും അന്യ ആളുടെ പാലാണെന്ന് ക്യാച്ച് ചെയ്യാനും അത് മേടിക്കാനും ഉള്ളൊരു താല്പര്യം വന്നു. പിന്നെ നമ്മൾ പയ്യെ ഓരോ ആളെ റൂട്ടിൽ വെച്ചിട്ട് ആ റൂട്ടിൽ ഓർഡറുകൾ എടുത്ത് ഓരോ കടകൾ കയറി കടകളിൽ ഓർഡറൊക്കെ എടുത്തിട്ട് കടകളിൽ ചെറിയ ചെറിയ കടകൾ, അപ്പൊ ചെറിയ കടകളൊക്കെ ആകുമ്പോൾ അവർ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാസ്റ്ററൈസ് ചെയ്ത പാലിന് വിലനേക്കാളും കൂടുതലാണല്ലോ ഓൾറെഡി നാടൻ പാലിന് വില കൂടുതലായിരിക്കും. പശുവിന്റെ പാല് അതിനേക്കാളും വില കൂടുതലായിരിക്കും ഓൾറെഡി നാടൻ പാലിന്. എന്നാലും നമ്മൾ ഈ നല്ല സാധനം എന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അത് മേടിക്കാൻ തയ്യാറായി. യൂസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വലിയ നമ്മൾ നാടൻ പാലിന്റെ എനിക്കതിൽ പറയാനുള്ളൊരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നാടൻ പാല് നമ്മൾ തിളപ്പിക്കുമ്പോൾ ഒരു ബേസ് പാനിൽ നാടൻ പാലും ഒരു ബേസ് പാനിൽ നമ്മൾ മറ്റുള്ള പാലുകളെടുത്ത് തിളപ്പിക്കുമ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ പാല് തന്നെ കൊണ്ടെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ നെയ്യ് എടുക്കാറുണ്ട്. മറ്റേ പാലിൽ നമുക്ക് നെയ്യ് കിട്ടില്ല. ഇപ്പം വിജയ നാടൻ പാൽ ഇത് മാത്രമല്ല, ഏത് നാടൻ പാലെടുത്ത് നമ്മൾ തിളപ്പിച്ചാൽ അതിന് നമുക്ക് പാട വന്നിട്ട് നെയ്യ് കിട്ടും. ആ നെയ്യ് ഉണ്ടെങ്കിൽ അത് ഒറിജിനൽ പാലാണ്. അപ്പൊ ഇനി കാണാൻ പോകുന്ന ഇവിടെ ചാണകം ഉണക്കുന്ന സ്ഥലമാണ്. ബാ കാണിച്ചു തരാം. അതിനുള്ള മെഷീനും കാര്യങ്ങളും ഉണ്ടല്ലേ? മെഷീൻ ഉണ്ട് നമുക്ക്. ഓക്കെ, ബാ ഒരു സെക്ഷൻ തന്നെ ഇതിനുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് കോഴിയുണ്ട്. കോഴി നമുക്ക് ചാണകം ഉണക്കുന്ന ഒരു മെയിൻ കേസാണ്. അപ്പൊ അത് നമുക്ക് എല്ലാവരും ചെയ്യുന്ന ഒരു ഐഡിയ അല്ല. നമ്മളതൊരു പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നമുക്ക് വിജയിച്ച കേസാണ്. ഇപ്പൊ ചാണകം അവിടെ നിന്നുള്ള ചാണകം ഇപ്പൊ മുകളിലെ പശുക്കളുടെ ചാണകമാണത്. ഈ ചാണകം നമ്മൾ ഇങ്ങോട്ട് കോരിട്ട് കഴിയുമ്പോൾ കോഴി അത് ചിക്കി ഉണക്കി റെഡിയാക്കി ഇടും. അപ്പൊ അത്രയും ചാണകം അത് ഉണങ്ങി കിട്ടും. മെഷീൻ ഇല്ലാതെ തന്നെ ഉണങ്ങി കിട്ടും. ബാക്കി നമ്മൾ ഈ മെഷീനിൽ കണ്ടോ, ഇത് നമ്മൾ മെഷീനിൽ അടിച്ചിട്ടാണ് ചാണകമാണ്. ഇത് ചാക്കിലാക്കിയിട്ട് 45 കിലോ തൂക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കനാണ്. ഇത് നമ്മൾ 200 രൂപയ്ക്കാണ് ഒരു ചാക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ആരെങ്കിലും ആവശ്യപ്പെട്ട ചേട്ടൻ കൊടുക്കുവോ? പിന്നെ ഇഷ്ടം പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ചാണകം വിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാവില്ല, ഒരു എക്സ്ട്രാ വരുമാനം. നമ്മളിപ്പോ ഒരു 10 വർഷം മുമ്പ് വരെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചാണകം നമ്മൾ വെറുതെ കളയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മെഷീനറി പഠിക്കാൻ ഉദ്ദേശിച്ചു ചിന്തിക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ മെഷീൻ ഉണ്ടെന്നും ഉണക്കി എടുക്കാമെന്നും അത് വിറ്റ് നമുക്ക് അതിനെക്കുറിച്ച് വന്നപ്പോൾ മിക്കവാറും ഒരു മന്ത്ലി അത്യാവശ്യം നല്ലൊരു ചാക്ക് നമുക്ക് വിൽക്കാൻ നല്ല ശതമാനം ചാക്കും നമ്മൾ വിറ്റ് പോകുന്നുണ്ട്. നമ്മൾ സ്റ്റോക്ക് ഇല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചാണകം. നമ്മൾ ആവറേജ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 300, 350, 400 ചാക്കെങ്കിലും ഒരു മാസം
ഓ നമുക്ക് അടിപൊളി. വിറ്റ് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം കോഴികളുണ്ട്, അപ്പൊ കോഴികൾക്ക് തീറ്റ വേറെ എക്സ്ട്രാ കണ്ടെത്തേണ്ട ആവശ്യം വരില്ലായിരിക്കും. ഇല്ല, കോഴീനെ വളർത്തുന്നതുകൊണ്ട് നമുക്ക് ഞങ്ങൾ 3 വീടുണ്ട്. 3 വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചനന്യന്മാരും 3 പേരും ഒറ്റ കോമ്പൗണ്ടിൽ തന്നെ താമസിക്കുന്നത്. കുടുംബം പോലെയാണ് താമസിക്കുന്നത്. അപ്പൊ ഈ 3 വീട്ടിലേക്കുള്ള മുട്ട, താറാമുട്ട, കോഴിമുട്ട, പാല്, പഴം, പച്ചക്കറി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് പച്ചന്ന് കഴിഞ്ഞ പറഞ്ഞില്ല, കഴിഞ്ഞ 2017 2025 സമ്മിശ്ര കർഷകനുള്ള അവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൃഷിയിൽ നിന്ന് ഇതിൽ നിന്നുള്ള ബൈ പ്രോഡക്റ്റ് എടുത്തിട്ടാണ്, മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ചാണകം അങ്ങോട്ട് ഉപയോഗിക്കും, അവിടുത്തെ ഇങ്ങോട്ട് ഉപയോഗിക്കും, അങ്ങനെയുള്ള കൃഷിയാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അതിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ബിസിനസ് പരമായിട്ട് ഈ മേഖലയ്ക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ ഇപ്പൊ ഫാം മാത്രമായിട്ട് നടത്തുന്ന ഒരാളല്ല. എനിക്ക് വേറെ ബിസിനസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഫാമും അതിന്റെ കൂട്ടത്തിൽ നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ബിസിനസ് രീതിയിൽ നടന്നു പോകുന്നു. അപ്പൊ പുതിയതായിട്ട് കടന്നു വരുന്ന ഒരാളാണെങ്കിൽ വളരെ കുറച്ച് പശുക്കളെ മേടിച്ച് അതിനെ വളർത്തി ഒറ്റയടിക്ക് കൂടുതൽ പശുക്കളെ മേടിക്കാതെ കുറച്ച് പശുക്കളെ മേടിച്ച് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മള് പിന്നെ അതിൽ വർക്ക് ചെയ്യാൻ എനിക്കറിയാവുന്ന കുറെ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പലരും അതിൽ വർക്ക് ചെയ്യാൻ തയ്യാറാവാണ്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻകം കൂടി അവർക്ക് കിട്ടുമ്പോൾ നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇത് പലരും ചെന്ന് പെട്ടടിക്കുകയോ ചിലപ്പോൾ ഒരു 20 പശു 30 പശുവൊക്കെ ഒരുമിച്ച് എടുത്ത് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ നമുക്കത് ഒറ്റയടിക്ക് നമുക്കത് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. ഇത് നമ്മളൊരു 5 പശു 6 പശു ഇപ്പൊ പയ്യെ പഠിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കേസും അങ്ങനെയാണല്ലോ, നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമ്മള് വളർത്തുന്നത്. അപ്പൊ അനുഭവത്തിൽ നിന്ന് നമ്മള് ആർജിച്ചെടുക്കുന്ന കഴിവാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഓക്കെ, അതിന് ഉദാഹരണമാണ് വിജയ ഫാം. അപ്പൊ ഇവിടെ കുറച്ച് ആടുകളെ വളർത്തുന്നുണ്ട്. ഇത് വീട്ടിലേക്ക് ആവശ്യമായ അല്ലെ പാലിന് വേണ്ടിയാണ്. അങ്ങനത്തെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മൾ കൂട്ടുകുടുംബം പോലെ താമസിക്കുന്നത്. അപ്പൊ അതില് ആവശ്യമായ കുട്ടികൾ തന്നെ 6 പേരുണ്ട്. അപ്പൊ ആ കുട്ടികൾക്കുള്ള പാല് ഇവിടുന്ന് തന്നെ നമ്മള് ആട്ടുംപാല് ഇവിടുന്ന് തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നു. പിന്നെ അത്യാവശ്യം അച്ഛന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവർക്ക് ഒരു 3-4 പേർക്ക് നമ്മൾ പുറത്തേക്ക് പാല് കൊടുക്കുന്നു, ആട്ടുംപാല് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് നല്ലതാണ്, ആട്ടുംപാല് എപ്പോഴും നല്ലതാണല്ലോ കുട്ടികൾക്ക്. ഇത് എത്ര ഉണ്ടെന്നേ? ഇതിപ്പോ നമുക്ക് ഒരു 8ഓളം ആടാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മള് അത്യാവശ്യം നമ്മള് ഒരു ബിസിനസ് എന്ന രീതിയിലല്ല, ഇതൊരു നമ്മുടെ വീടിന്റെ ആവശ്യവും കാര്യങ്ങളും നടക്കാനൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ മീനും താറാവും കോഴിയും എല്ലാം ഏകദേശം ആ ലൈനിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിജയൻ അപ്പച്ചന്റെയും 3 മക്കളുടെയും ഫാമായ വിജയ ഫാമിന്റെ കാഴ്ചകളാണ്. അപ്പൊ ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.